ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും എല്ലാം പറ്റിയ ചില്ലി ചിക്കൻ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഏകദേശം 5 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ സാധാരണയായി ബോൺലെസ് ചിക്കനാണ് എടുക്കാറ്. എല്ലോട് കൂടി ഇറച്ചിക്കാണ് രുചി കൂടുതൽ എന്നതുകൊണ്ടാണ് ഞാനിവിടെ എല്ലോട് കൂടി എടുത്തത്. ചിക്കൻ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ വളരെ ചെറിയ കഷ്ണങ്ങളാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ നല്ലത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ കൂടുതൽ സമയം വെക്കണം. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാകും നല്ലത്. ചിക്കൻ്റെ ഏത് വിഭവം ഉണ്ടാക്കുമ്പോഴും തലേ ദിവസം വാങ്ങി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. സമയമില്ലെങ്കിൽ ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കുന്ന സമയം മാത്രം ഇതുപോലെ വെച്ചാൽ മതിയാകും. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് 1 കോഴിമുട്ട മുഴുവനോടെ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ എന്നിവ ചേർക്കാം. ചിക്കന് കുറച്ച് നിറം കിട്ടാനായി ഞാനിവിടെ 1 നുള്ള് ഓറഞ്ച് റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയതിലേക്ക് ചിക്കൻ നിരത്തി കൊടുക്കാം. ചിക്കൻ തമ്മിൽ തൊടാതെ വേണം നിരത്തി കൊടുക്കാൻ. സ്റ്റൗ മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കൂടുതൽ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ വീണ്ടും 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായ കുറച്ച് കോൺഫ്ലവർ കലക്കിയെടുക്കാം. അതിനായി നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ചില്ലി ചിക്കൻ കുറച്ച് ഗ്രേവിയോട് കൂടി തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ 1.5 കപ്പ് വെള്ളം എടുത്തത്. ഗ്രേവി വേണമെന്നില്ലെങ്കിൽ 1/2 കപ്പ് വെള്ളവും, മീഡിയം ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് വെള്ളവുമാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വെള്ളമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതിയാകും. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കണേ. ഇതുപോലെ ബാക്കിയുള്ള ചേരുവകളും തയ്യാറാക്കി കൈയെത്തുന്ന ദൂരത്ത് വെച്ച ശേഷം നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ബാക്കിയുള്ള ഓയിലിൽ 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. പുതിയ ഓയിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് 15 സെക്കൻഡ് നേരം ഇതൊന്ന് മൂപ്പിക്കാം. ഉടനെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് മൂപ്പിക്കാം. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് 15 സെക്കൻഡ് നേരം മൂപ്പിക്കാം. ഉടനെ തന്നെ ഇതിലേക്ക് ഉള്ളിത്തണ്ടിൻ്റെ അടിഭാഗത്തുള്ള ഉള്ളി ഉണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഒരു മീഡിയം സവാള വലുതായി ചതുരത്തിൽ അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം. ഉള്ളി ചേർത്ത് 1 മിനിറ്റ് നേരം വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു പച്ച നിറത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചതുരത്തിൽ അരിഞ്ഞത്, ചുവന്ന നിറത്തിലുള്ള ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചതുരത്തിൽ അരിഞ്ഞത് എന്നിവ ചേർത്ത് വഴറ്റാം. ചുവന്ന നിറത്തിലുള്ളതില്ലെങ്കിൽ ഒരു മുഴുവൻ പച്ച ക്യാപ്സിക്കം ചേർത്താലും മതി കേട്ടോ. 1 മിനിറ്റ് നേരം മാത്രം വഴറ്റിയ ശേഷം ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. ചിക്കൻ നന്നായി ചൂടായി വന്നാൽ ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒന്നുകൂടി കലക്കി ഇതിലേക്ക് ചേർക്കാം. കോൺഫ്ലവർ ചേർത്ത് പെട്ടെന്ന് തന്നെ ഗ്രേവി കുറുകി വരും. ഗ്രേവി ആവശ്യത്തിന് കുറുകിയാൽ ഇതിലേക്ക് 1-2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതോ പൊടിച്ചതോ ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. അവസാനമായി ഇതിലേക്ക് ഉള്ളിത്തണ്ട് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിന് പകരം മല്ലിയിലയും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.